ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പം നമുക്കറിയാം, ഇന്നലെ നമ്മളുടെ അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച നമ്മളുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിരിക്കുകയാണ്. നമ്മൾ ഏറെ കാത്തിരുന്ന നമ്മളുടെ ആൻസർ കീ അല്ല, പ്രൊവിഷണൽ ആൻസർ കീ ആണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിൽ ചാലഞ്ച് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊരു എന്താണ് അവർ പറഞ്ഞിരിക്കുന്ന ആൻസറിൽ വൈരുദ്ധ്യം നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. 18-ാം തീയതി വൈകിട്ട് വരെയാണ് നിങ്ങൾക്ക് അത് ചാലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ. അത് ചാലഞ്ച് ചെയ്യാൻ പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ആൻസർക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ആ സൈറ്റ് പോകുന്ന UGC നെറ്റ് NTA സൈറ്റിൽ പോകുമ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷനും കറക്റ്റ് ഓപ്ഷനും അവരത് തന്നിട്ടുണ്ട്. നിങ്ങളത് മാച്ച് നോക്കുക. ക്വസ്റ്റ്യൻ ഓർഡർ ഇച്ചിരി ജമ്പിൾഡ് അപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇതേപോലെ ക്വസ്റ്റ്യൻ ID ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഓപ്ഷൻ ID ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ IDയും ഓപ്ഷൻ IDയും നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുക. കുറച്ച് ജമ്പിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്, കുറച്ചെല്ലാം വളരെയധികം ജമ്പിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് നോക്കാത്തവർ എത്രയും വേഗം അതൊന്ന് നോക്കുക. നിങ്ങളതൊന്ന് ക്വസ്റ്റ്യൻ ID നിങ്ങളതിന്ന് ഒന്ന് തൊട്ട് ആ ഒരു ഓർഡറിലല്ല കിടക്കുന്നത്. 150 ക്വസ്റ്റ്യൻസ് ആണ്, അത് ആ ഓർഡറിലല്ല കിടക്കുന്നത്, മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളത് നോക്കുമ്പം വളരെ വളരെ ശ്രദ്ധിക്കുക. ആൻസേഴ്സ് ഒക്കെ നോക്കുമ്പം വളരെ വളരെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അത് നോക്കിയായിരുന്നു, നമ്മുടെ UGC നെറ്റ് മാനേജ്മെൻറ്റ് പേപ്പറിൻ്റെ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കിയായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം നമുക്ക് എന്താണ് അത്യാവശ്യം ഒരു മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവലിലാണ് വന്നിരിക്കുന്നത്. ഒരു മോഡറേറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്കതിനകത്ത് തോന്നിയ ആൻസർ കീ നോക്കിയല്ല, ഞാൻ ഒത്തു നോക്കിയപ്പം അവർ പ്രൊവിഷണൽ ആൻസർ കീ തന്നിരിക്കുന്ന ആൻസേഴ്സ് ഒരുവിധം കറക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ചാലഞ്ച് ചെയ്യാൻ തോന്നിയ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 57 ആണ്. 57 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചാലഞ്ച് ചെയ്യാൻ തോന്നിയത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. Which of the following reflects contingency dimensions as per Fiedler's contingency theory of leadership? A. Leaders and followers have high degree of confidence, trust and respect for each other. Option B. Followers are ready and willing to accomplish the tasks. Option C. Statement C. Leaders derive their power from formal organizational positions. D. A leader's role is to assist followers by providing necessary resources. E. Degree of which job assignment is structured or unstructured influences one's leadership style. അപ്പോൾ ഒരു 5 സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഫീഡ്ലറിന്റെ കണ്ടിജൻസി തിയറി അനുസരിച്ചിട്ട് എന്താണ് ഏത് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ഇവിടെ ചോദിക്കുന്നത്. ആസ് യു ക്യാൻ സീ ഇൻ ദി ക്വസ്റ്റ്യൻസ്, ഇതിനകത്ത് അവർ അതായത് നമ്മളുടെ UGC തന്നിരിക്കുന്ന ആൻസർ കീ പ്രകാരം, UGC തന്നിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം എന്താണ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്പർ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, UGC തന്നിരിക്കുന്ന UGCയുടെ പ്രൊവിഷണൽ കീ പ്രകാരം ഇവിടെ നമ്പർ 3 ആണ്. അതായത് BCD ഉള്ളി, അതായത് ഫോളോവേഴ്സ് ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക്. പിന്നെ C. ലീഡേഴ്സ് ഡിറൈവ് ദെയർ പവർ ഫ്രം ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് പൊസിഷൻ. D എന്ന് പറയുന്നത് എ ലീഡേഴ്സ് റോൾ ഈസ് ടു അസിസ്റ്റ് ഫോളോവേഴ്സ് ബൈ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ്. അതെനിക്ക് കുറച്ചൊരു ഇതായിട്ട് തോന്നി. കാര്യം ഓപ്ഷൻ B, ഫോളോവേഴ്സ് ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക് എന്ന് പറയുമ്പം അത് ഹെൻറി ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പിൽ വരുന്ന ഒരു സംഭവമാണത്. ഫോളോവേഴ്സ് ആർ റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു ഹെൻറി ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പിൽ വരുന്ന റിഫ്ലക്ട് ചെയ്യുന്നൊരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണത്. അതേപോലെ ഡിയിൽ എ ലീഡേഴ്സ് റോൾ ഈസ് ടു അസിസ്റ്റ് ദ ഫോളോവേഴ്സ് ബൈ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ്. അത് പാത്ത് ഗോൾ ഹൗസിന്റെ പാത്ത് ഗോൾ തിയറിയിൽ വരുന്ന ഒരു സംഭവമാണ് ഓപ്ഷൻ D എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിയും ഡിയും എന്താണ് ഫോളോവേഴ്സ് റെഡി ആൻഡ് വില്ലിംഗ് ടു അക്കംപ്ലിഷ് ദ ടാസ്ക്, അത് ഹെൻറി ആൻഡ് ബ്ലഞ്ചാർഡിന്റെ സിറ്റുവേഷണൽ ലീഡർഷിപ്പിൽ നിന്ന് എനിക്ക് തോന്നി. അതുപോലെ D, ലീഡേഴ്സ് റോൾ ഈസ് ടു അസിസ്റ്റ് ദ ഫോളോവേഴ്സ് ബൈ പ്രൊവൈഡിങ് നെസസറി റിസോഴ്സസ്, അത് ഹൗസിന്റെ പാത്ത് ഗോൾ തിയറിയിൽ വരുന്ന പോലെ തോന്നി. അപ്പോൾ ബിയും ഡിയും ഉള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ വേണ്ട. അപ്പോൾ ഇവിടെ ഒരു ആൻസർ ആയിട്ട് തന്നിരിക്കുന്നത് B, C ആൻഡ് D ഉള്ളിയാണ്. അപ്പം ഞാനിവിടെ ഒന്ന് ചാലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് A, C ആൻഡ് D, അതായത് ഒന്നാമത്തതും മൂന്നാമത്തതും അഞ്ചാമത്തത് മാത്രം. അതായത് ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ഹൈ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ്, ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഫോർ ഈച്ച് അതറും, അത് ഈ ലീഡർഷിപ്പ് അതായത് ഫീൽഡിന്റെ കണ്ടിജൻസി റിഫ്ലക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ലീഡേഴ്സ് ഡിറൈവ് ദെയർ പവർ ഫ്രം ഫോർമൽ ഓർഗനൈസേഷൻ പൊസിഷൻ ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ ഡിഗ്രി ഓഫ് വിച്ച് ജോബ് അസൈൻമെന്റ് ഇസ് സ്ട്രക്ചർഡ് ആൻഡ് സ്ട്രക്ചർഡ് ഇൻഫ്ലുവൻസസ് വൺസ് ലീഡർഷിപ്പ്, അതും അവിടെ റിഫ്ലക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഞാൻ സ്ട്രോങ്ലി ഫീൽ ഓപ്ഷൻ 1 ആണ് ഇവിടെ കറക്റ്റായി വരുന്നത്. നമുക്ക് തോന്നുന്നത് ഇവിടെ ഓപ്ഷൻ 1 A, C ആൻഡ് E ആണ് ഇവിടെ നമുക്ക് തോന്നുന്നത്. ഓപ്ഷൻ 1. പക്ഷേ എന്താണ് ഇവിടെ അവർ
ആൻസർ 3 ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ബിയും സിയും ഡിയും എന്നാണ് അവരുടെ ആൻസർ കീ, അതായത് UGC നെറ്റ് കൊടുത്തിരിക്കുന്ന പ്രൊവിഷണൽ ആൻസർ കീയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ഈ 150 ക്വസ്റ്റ്യൻസ് ഞാൻ നോക്കിപ്പോയതിൽ എനിക്ക് ഇതാണ് എന്താണ് ഐ സ്ട്രോങ്ലി ഫീൽ ഓപ്ഷൻ എ ആണെന്നാണ്. അപ്പോൾ അതാണ് ഞാൻ ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലെ നിങ്ങൾക്ക് വൈരുദ്ധ്യമുള്ളത് തീർച്ചയായിട്ടും ഒന്ന് നോക്കുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ 5 സ്റ്റേറ്റ്മെൻറ്റ് തരുമ്പോൾ നമുക്ക് ഈ 5 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തോന്നും. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ റൈറ്റ് ആയിട്ടുള്ള ആൻസറാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കി എല്ലാ ഓപ്ഷൻസും ശരിയായതുപോലെ ഈ പ്രൊവിഷണൽ ആൻസർ കീ നോക്കിയപ്പം ബാക്കി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ശരിയായതുപോലെ എനിക്ക് തോന്നി, എക്സെപ്റ്റ് ഫോർ ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 57. അതേപോലെ നിങ്ങൾ ജനറൽ പേപ്പറും കൂടെ നോക്കുക, നിങ്ങളുടെ സബ്ജക്ട് പേപ്പറും കൃത്യമായിട്ട് തന്നെ ഒന്ന് നോക്കി പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി പറയാനുള്ളത് മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇവിടെ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഇന്നലെ തന്നെ കേട്ടിട്ടുണ്ടാവും, UGC നെറ്റിൻ്റെ കൊമേഴ്സും ഇംഗ്ലീഷും സോഷ്യോളജി പേപ്പേഴ്സും മാറ്റി വച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 9 അതിൻ്റെ റീ എക്സാം. അതായത് UGC നെറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങൾ സെപ്റ്റംബർ 9 അവർ റീ എക്സാം വച്ചിരിക്കുകയാണ്. നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻസിൽ എന്തോ NTA-യുടെ എന്തോ ഒരു പ്രശ്നമുള്ളത് കാരണമാണ് അവർ സെപ്റ്റംബർ 9 ഈ 3 എക്സാമും മാറ്റി വെച്ചിരിക്കുന്നത്. സോ ഇംഗ്ലീഷിൻ്റെയും കോമേഴ്സിൻ്റെയും സോഷ്യോളജിയുടെയും സ്റ്റുഡൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഇത്തവണ പോയിട്ടുണ്ടെങ്കിലും ഇത്തവണ ആൻസർ കീ അതിൻ്റെ പുറത്ത് വന്നിട്ടില്ല, ഇംഗ്ലീഷിൻ്റെയും കോമേഴ്സിൻ്റെയും സോഷ്യോളജിയുടെ ആൻസർ കീ പുറത്ത് വന്നിട്ടില്ല. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരവും കൂടെ നമുക്ക് ഭാഗ്യവശാൽ വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷും കോമേഴ്സും സോഷ്യോളജി ആസ്പിരൻസ് മാത്രം, അവരുടെ കാര്യം മാത്രമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരവസരവും കൂടെ വരികയാണ്. സെപ്റ്റംബർ 9 പരീക്ഷ. നിങ്ങൾക്ക് ഏകദേശം ഒരു 3 ആഴ്ച നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടും. ഇന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ആഴ്ച ലാസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വീണ്ടും റിവൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞു, 1.5 മാസം കഴിഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് അൺഫെയർ ആണ് സ്റ്റുഡൻസിനോട് ആസ്പിരൻസിനോട് കാണിക്കുന്നത്. പക്ഷെ എന്നാലും ഇത് നിങ്ങളുടെ ഒരു അവസരമായി കരുതുക. ഇംഗ്ലീഷും കോമേഴ്സും സോഷ്യോളജി ആസ്പിരൻസും നിങ്ങൾക്കൊരു അവസരമായി കരുതുക. നിങ്ങൾക്കൊരു 3 ആഴ്ച നിങ്ങൾക്ക് വീണ്ടും പഠിക്കാൻ അവസരം കിട്ടുകയാണ്. കഴിഞ്ഞ തവണ എഴുതി പാളിയെന്ന് തോന്നിയവർക്ക് ഒന്നും കൂടെ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഇവിടെ, നമുക്ക് ഒരു അവസരമാണ് ഇവിടെ കൈവരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകം ഞാൻ പോയിന്റ് ചെയ്ത് പറയാണ്, ഇംഗ്ലീഷ്, കോമേഴ്സ്, സോഷ്യോളജി. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത് കാര്യം, കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു ക്രാഷ് ബാച്ച് 22 അതായത് ഓഗസ്റ്റ് 22 തൊട്ട് സെപ്റ്റംബർ 7 വരെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർ പേപ്പേഴ്സ് ഇംഗ്ലീഷ്, കോമേഴ്സ് ആൻഡ് ജനറൽ പേപ്പർ. ഇംഗ്ലീഷിനും കോമേഴ്സിനും ജനറൽ പേപ്പറിനും ഓഗസ്റ്റ് 22 തൊട്ട് സെപ്റ്റംബർ 7 വരെ നമ്മൾ ഒരു ക്രാഷ് ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. കാര്യം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി നിങ്ങൾക്ക് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, PYQs നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളും നമ്മളിവിടെ ലൈവ് ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇനി വരുന്ന എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഇംഗ്ലീഷിനും കോമേഴ്സിനും ജനറൽ പേപ്പറിനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള JRF ഹോൾഡേഴ്സും PhD ഹോൾഡേഴ്സുമായിട്ടുള്ള ഫാക്കൽറ്റീസും മെൻറ്റേഴ്സുമാണ് നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവരുടെ എല്ലാ സഹായത്തോടുകൂടി തന്നെ നിങ്ങൾക്ക് ഈ വരുന്ന മാറ്റിവെച്ച നിങ്ങളുടെ എക്സാംസ്, അതായത് ഇംഗ്ലീഷും കോമേഴ്സും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആസ്പിരൻസ് എത്രയും വേഗം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടെ ജോയിൻ ചെയ്യുക. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളുടെ ക്രാഷ് ബാച്ച് തുടങ്ങുന്നത്, അതായത് ഈ മാറ്റി വെച്ച സബ്ജക്ട്സിനുള്ള ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷും കോമേഴ്സിനും ജനറൽ പേപ്പറിനും വേണ്ടിയിട്ടുള്ള അവർക്ക് മാറ്റി വച്ചിരിക്കുന്നത്, അതായത് ക്രാഷ് ബാച്ച് തുടങ്ങാൻ പോകുന്നത് ഓഗസ്റ്റ് 22 തൊട്ടാണ്. ഓഗസ്റ്റ് 22 തൊട്ട് സെപ്റ്റംബർ 7 വരെ നമ്മൾ എല്ലാ ദിവസവും 3 മണിക്കൂർ ലൈവ് പോകുന്നതാണ് കേട്ടോ.
ജനറൽ പേപ്പറിന് 1.5 മണിക്കൂർ, നിങ്ങളുടെ സബ്ജക്ട് പേപ്പറിന് 1.5 മണിക്കൂർ. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ 3 മണിക്കൂർ ലൈവ് പോകുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഇനി വരുന്ന എക്സാംസിന് നിങ്ങൾക്ക് JRF ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സോ ഇത് ഹരികൃഷ്ണൻ സൈനിങ് ഓഫ്.